السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. وقد قال ربنا جل وتعالى في محكم تنزيله: أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. صدق الله مولانا العظيم. ആദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത സാദാത്യങ്ങൾ, ഈ മഹത്തായ ഖറിയയുടെ ഉള്ളാളത്തിൻ്റെ അജയ്യരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, സ്റ്റേജിലും വേദിയിലുമുള്ള എല്ലാവരെയും നിങ്ങൾക്കും നമുക്കുമെല്ലാം പരിചയമുണ്ട്. അല്ലാഹു തആല ആഖിറത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ മേഖലകളും പരമാവധി പരാമർശിച്ച് പ്രിയപ്പെട്ട മിസ്ബാഹി ഉസ്താദ് നല്ല ഒരു പ്രഭാഷണം നടത്തിക്കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളാളവുമായി ഉള്ള ഒരു ബന്ധം അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്നും നിലനിന്ന് കാണുന്നു എന്നതിൽ ഞാൻ വലിയ ഒരു സന്തോഷവാനാണ്. എൻ്റെ ദർസിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കാൻ വരെ തെരഞ്ഞെടുത്തത് ഉള്ളാളത്തിലെ പ്രധാന ഖറിയയാകുന്ന മുക്കച്ചേരി മസ്ജിദായിരുന്നു എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്: അയ്യുമാ ശാബിൻ തസവ്വജ ഫീ ഹിദാസത്തി സിന്നിഹി അജ്ജ ശൈത്താനുഹു യാ വൈലത അസമ മിന്നി ദീന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ്. വിവാഹത്തിന് പരിശുദ്ധമാകുന്ന ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ആധുനിക ലോകത്ത് ഖേദകരമെന്ന് പറയട്ടെ, വിവാഹത്തിൽ നിന്നുള്ള നിരുത്സാഹപ്പെടുത്തൽ കൂടുതലായി വരികയാണ്. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ആരെയെങ്കിലും ഒന്ന് പ്രേമിച്ചാൽ പോരെ? തനിക്ക് തൊടാനും മുത്താനും
മണക്കാനും ആരെങ്കിലും ഒന്ന് സെറ്റാക്കി വെച്ചാൽ പോരെ, അത് മടുക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പോവാമല്ലോ. വിവാഹം കഴിച്ചാൽ ആ പെണ്ണുമായുള്ള ആ പുരുഷനുമായുള്ള വിവാഹബന്ധം വേർപിരിക്കുന്നത് വരെ അവരെ തന്നെ കൊണ്ടു നടക്കേണ്ടതില്ലേ? അതുകൊണ്ട് അതിലെല്ലാം നല്ലത് കല്യാണം കഴിക്കാതെ, വിവാഹം കഴിക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെയോ ആണിനെയോ പ്രേമിച്ച് സ്നേഹിച്ച് ജീവിക്കലാണല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ സമുദായത്തിലേക്കും ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണപ്രായമെത്തിയ പല സഹോദരിമാരും കല്യാണത്തിന് വേണ്ടി പുതിയാപ്പിളയെ കണ്ടെത്താൻ ഉപ്പ പരിശ്രമിക്കുമ്പോൾ, ഉമ്മ ആലോചിക്കുമ്പോൾ അവരോട് പറയുന്നത് ആയിട്ടില്ല, 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 കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിയട്ടെ. ഇങ്ങനെ വിവാഹങ്ങൾ പിന്തിക്കപ്പെടുകയാണ്. മാത്രമല്ല വിവാഹങ്ങൾ നടക്കാതെ പോവുകയാണ്. വിവാഹിതരാകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള, അതുവഴി ഇവിടെ വലിയ അരാജകത്വം ഉണ്ടാക്കാനുള്ള അതിശക്തമാകുന്ന ഒരു പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വിവാഹം എന്ന് പറയുന്ന ആ ഒരു കർമ്മം, ആ കർമ്മത്തിന് പരിശുദ്ധമാകുന്ന ഇസ്ലാം വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിവാഹത്തിലൂടെ മാത്രമേ ഇവിടെ കുടുംബമുണ്ടാവുള്ളൂ, കുടുംബത്തിലൂടെ മാത്രമേ ലോകത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ, ലോകത്തിന് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കുടുംബമുള്ള ഒരു ലോകത്തിന് വേണ്ടി വിവാഹം ആവശ്യമാണ് എന്ന് ബുദ്ധിയുള്ള മുഴുവൻ ആളുകളും സമ്മതിക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ ആ വിഷയത്തിൽ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. എന്താ പറയുന്നത്? അയ്യുമാ ശാബിൻ തസവ്വജ ഫീ ഹിദാസത്തി സിന്നിഹി, വല്ല ചെറുപ്പക്കാരനും അവന്റെ ചെറിയ പ്രായത്തിൽ അവൻ കല്യാണം കഴിച്ചാൽ, കല്യാണം കഴിക്കേണ്ടത് ചെറിയ പ്രായത്തില, വയസ്സായിട്ടല്ല, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കണം. കഴിവിന്റെ പരമാവധി ചെറിയൊരു പ്രായം, ആ നിലക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചാൽ അജ്ജ ശൈത്താനുഹു, അവന്റെ ശൈത്താൻ വിളിച്ചു പറയുന്നു, യാ വൈലതാ, എന്റെ നാശമേ. അവന്റെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ ശൈത്താനുണ്ട്. അവനെ വഴിതെറ്റിക്കാനായി സജീവമായി പ്രവർത്തിക്കുന്ന ശൈത്താൻ. റമളാൻ മാസം ഉണ്ടാകും, ഉറൂസിന്റെ സദസ്സിലുണ്ടാകും, വഅദിന്റെ സദസ്സിലുണ്ടാകും, ജുമാഅക്കുണ്ടാകും, ജമാഅത്തിനുണ്ടാകും. ഏത് സമയത്തും നമ്മുടെ കൂടെ തന്നെ ഉള്ളൊരു പിശാചുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞത്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വലഹു ശൈത്താൻ. നിങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവന്റെ കൂടെയെല്ലാം ശൈത്താനുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ഒരു ശൈത്താൻ ഈ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ശൈത്താൻ, ആ ശൈത്താൻ അവിടെ വെച്ച് അട്ടഹസിക്കുകയാണ്, എന്റെ നാശമേ, എന്റെ നാശമേ. അവന്റെ ദീനിനെ സംരക്ഷിച്ചു കഴിഞ്ഞുപോയി. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിന്റെ വലിയൊരു സംരക്ഷണമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിച്ചത്, മൻ തസവ്വജ, ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചാൽ ഫഖദ് അഹ്റദ സുലുസൈ ദീനി, അവന്റെ ദീനിന്റെ 2/3 ഭാഗവും അവൻ സംരക്ഷിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ദീൻ നമുക്ക് മരിക്കുന്നത് വരെ സംരക്ഷിക്കണം. ആ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹത്തിന് പരിശുദ്ധമാകുന്ന ഇസ്ലാം നൽകിയ പ്രോത്സാഹനം ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ഹദീസുകളിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഒക്കെ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഒരൊറ്റൊരു കാര്യം പറയട്ടെ, വിവാഹിതരായതിന് ശേഷം ഒരു പെണ്ണ്
ആ പെണ്ണ് ഗർഭിണിയായാൽ ആ പെണ്ണിന് ലഭിക്കുന്ന പ്രതിഫലം, ആ പെണ്ണിന് പ്രസവ വേദന ആയാൽ ആ പെണ്ണിന് ലഭിക്കുന്ന പ്രതിഫലം, ആ പെണ്ണ് പ്രസവിച്ചതിന് ശേഷം ആ പെണ്ണിന്റെ മുലപ്പാൽ കുഞ്ഞുമോൾ കുടിക്കുമ്പോൾ ആ ഉമ്മാക്ക് ലഭിക്കുന്ന പ്രതിഫലം ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് വല്ലാതെ വിവരിച്ചിട്ടുണ്ട്. ചെറിയ പ്രതിഫലം ഒന്നുമല്ല, നൂറുകണക്കിന് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം വരെ ഒരു പെണ്ണിനിക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട് കിട്ടുകയാണ്. ഇത്ര വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹത്തിലേക്ക് എല്ലാവരും താല്പര്യമുള്ളവരാവണം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുക, നിങ്ങളുടെ പെണ്ണിനെ അന്വേഷിച്ച് ഒരു ചെറുക്കൻ വന്നു, ആ ചെറുക്കന്റെ ദീന് നിങ്ങൾക്ക് തൃപ്തികരമാണ്, ആ ചെറുക്കന്റെ സ്വഭാവം നിങ്ങൾക്ക് തൃപ്തികരമാണ്. ഇത് രണ്ടേ നിങ്ങൾ നോക്കണ്ടു, പണം നോക്കണ്ട. ഗൾഫുകാരനാണോ അന്വേഷിക്കേണ്ടതില്ല, അവനിക്ക് എന്താണ് ജോലി കൂടുതൽ തിരയേണ്ടതില്ല. ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം നല്ല സ്വഭാവമാണോ, അവന്റെ ദീന് നല്ല ദീനാണോ, നല്ല ദീനിയായ നല്ല സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെ മകൾക്കൊരു പുതിയാപ്പിളയായി അന്വേഷിച്ചു വന്നത് എങ്കിൽ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഭൂമി ലോകത്ത് വ്യാപകമായ ഫസാദ് ഉണ്ടാവും. ഒന്നും രണ്ടും ഫസാദല്ല, വ്യാപകമായ ഫസാദ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പല പെൺകുട്ടികളെയും അന്വേഷിച്ചുകൊണ്ട് നല്ല ദീനീബോധമുള്ള നല്ല സ്വഭാവമുള്ള ആളുകളൊക്കെ അന്വേഷിച്ചു വന്നാലും ഉമ്മ പറയും ആയിട്ടില്ല, ഉപ്പ പറയും കുറച്ചും കൂടെ പഠിച്ചോട്ടെ. പഠിക്കുന്നതിന് വിവാഹം തടസ്സമല്ല, വിവാഹിതരായാലും എത്രയും പഠിക്കാം. വിവാഹം പഠനത്തിന് തടസ്സമല്ല, വിവാഹം ജോലിക്ക് തടസ്സമല്ല. അതുകൊണ്ട് ആ നിലക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ പഠനത്തിന്റെ കാര്യം പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് പിന്തിരിയുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ആ രക്ഷിതാക്കളോടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, തകും ഫിൽ അർളി ഫസാദുൻ അരീൽ, ഭൂമി ലോകത്ത് വ്യാപകമായ ഫസാദുകൾ ഉണ്ടാകും. ആ ഫസാദ് ആരോടും പറയേണ്ടതില്ലല്ലോ. എല്ലാ ദിവസങ്ങളിലും പത്രങ്ങളിലും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും എല്ലാം വരുന്ന ഓരോ വാർത്തകൾ, ആ വാർത്തകളൊക്കെ എത്ര ഭീകരമാണ്, എത്ര ഭീകരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാമുകന് വേണ്ടത്, കാമുകിക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് അവരുടെ വികാരത്തിന്റെ ആ താൽക്കാലിക ശമനമാണ്. വേശ്യയാകുന്ന പെണ്ണിന് വേണ്ടത് പണമാണ്. ഇങ്ങനെ പണത്തിന് വേണ്ടി, അതുപോലെ തന്നെ താൽക്കാലികമായ ഒരു വികാര നിർവൃത്തിക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ മുഖത്തൊരു ചുളിവ് വരുമ്പോൾ കാമുകൻ ആ പെണ്ണിനെ വേണ്ടി വരില്ല. അവന്റെ മുഖത്തൊരു ചുളിവ് വരുമ്പോൾ കാമുകിക്ക് ആ പെണ്ണിനെ വേണ്ടി വരില്ല. വേശ്യയായി നടക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് മറ്റുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള എല്ലാം താൽക്കാലികമാണ്. അതങ്ങ് കഴിയുമ്പോൾ പിന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. വലിയ പ്രശ്നങ്ങൾ അവസാനം കത്തിക്കുത്തിലേക്കെത്തും. മാത്രമാണോ, ആ പെണ്ണിന്റെ ശരീരം കഴുത്തറുത്ത് മുറിച്ച് അതിനെ തുണ്ടം തുണ്ടമായി കഷ്ടിച്ച് അതേ സൂട്ട് കേസിലാക്കി അല്ലെങ്കിൽ ചാക്കിൽ കെട്ടിയിട്ട് സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുപോയി ഇട്ട് ആരാരും കാണാത്ത രീതിയിൽ ആ പെണ്ണിന്റെ ശരീരത്തെ അല്ലെങ്കിൽ പുരുഷന്റെ ശരീരത്തെ ഇവിടുന്ന് ദംശിക്കപ്പെടുന്ന ഒരവസ്ഥ വരും. അങ്ങനെയാണിപ്പോൾ പല സ്ഥലത്തും സെപ്റ്റിക് ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു പെണ്ണിന്റെ ബോഡി.
പുരുഷന്റെ ബോഡി അതെങ്ങനെയാ കിട്ടുന്നത്? ആകെ നശിച്ച് ദുർഗന്ധം വമിച്ച് ആ നിലക്ക് കേടുപാട് വന്ന് ആ കാഷ്ടത്തിന്റെ ഇടയിൽ നിന്ന് ആ ശരീരത്തിന്റെ എല്ലുകളും മുള്ളുകളും പറക്കിയെടുക്കുന്നൊരവസ്ഥ. ഈ അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത്? അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തുമ്പോ, കേസ് അന്വേഷിച്ചു വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വെളിപ്പെടുന്നത് ഇതൊരു കാമുകിയായിരുന്നു, ഇവൻ ഒരു കാമുകനായിരുന്നു. ഈ കാമുകി ഇവനെ കൊന്നതാ, അതേ മറ്റൊരു കാമുകൻ ഇവളെ കൊന്നതാ. ഇങ്ങനെ കാമുകന്മാരാൽ പരസ്പരം വധിക്കപ്പെടുന്നവർ, തുണ്ടമായി കഷ്ടിക്കപ്പെടുന്നവർ, കെട്ടിയിട്ട് പുഴയിലേക്ക് എറിയപ്പെടുന്നവർ, ഇങ്ങനെ ലോകത്ത് വലിയ ഫസാദുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെന്ന് പറഞ്ഞത്, വഇല്ലാ തകും ഫിൽ അർളി ഫസാദുൻ അരീള. വിവാഹ ജീവിതം ഇവിടെ നടക്കുന്നില്ലെങ്കിൽ, വിവാഹിതരാവുക എന്നൊരു ശിഷ്ടം ഇവിടെ ഇല്ലാതെ പോയാൽ, വിവാഹത്തിൽ നിന്ന് പിന്തിരിയുന്ന, വിവാഹത്തെ താമസിപ്പിക്കുന്ന, വിവാഹത്തെ ലേട്ടാക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായാൽ ഈ ഭൂമി ലോകത്ത് വ്യാപകമായ ഫസാദ് ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഫസാദുകളാ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, വിവാഹത്തിനെ ആര് നിരുത്സാഹപ്പെടുത്തിയാലും, വിവാഹത്തിന് സമയമായിട്ടില്ല, അല്പവും കൂടി കഴിയട്ടെ എന്നാര് പറഞ്ഞാലും, വിവാഹത്തിന് ഒത്തിരിക്കുന്ന ഒരു ഇണയെ കിട്ടിയാൽ അവിടെ കല്യാണം നടത്തുക, കല്യാണത്തിന് വേണ്ടി തയ്യാറാവുക. ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ, മുസ്ലിമായ രക്ഷിതാവ്, മുസ്ലിമായ ഉമ്മ, മുസ്ലിമായ ആണ്, മുസ്ലിമായ പെണ്ണ് ചെയ്യേണ്ടത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള വിവാഹത്തിലൂടെ നേരത്തെ ഉസ്താദ് ഓതിയ ആയത്തിൽ പറഞ്ഞല്ലോ, വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഒരു സമാധാനമാണ്. അതിലും വലിയൊരു ലക്ഷ്യമുണ്ട്, അത് തഹ്സീലു റിളല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കലാണ്. അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പൊരുത്തം കരസ്ഥമാക്കലാണ്. കാരണം അല്ലാഹു തആല നമുക്ക് നല്ല ഒരുപാട് ഉപകരണങ്ങൾ തന്നു, എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ തന്നു. നമുക്ക് ആവശ്യമായ നിലക്കുള്ള ഒരു ഇണയെ അല്ലാഹു പടച്ചു വെച്ചു. അങ്ങനെ അല്ലാഹു തആല പടച്ചു വെച്ചാല് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ അത് അല്ലാഹ്ക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ വാപ്പ നമുക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിത്തന്നു, അത് നാം ഉപയോഗപ്പെടുത്തുമ്പോൾ വാപ്പാക്ക് വലിയ സന്തോഷാണ്. അതേപോലെ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങള് അല്ലാഹു തആല പൊരുത്തപ്പെട്ട മാർഗത്തിലായി നാം ഉപയോഗിക്കുമ്പോ അത് അല്ലാഹ്ക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, തസവ്വജുൽ വലൂദൽ വദൂദ്, നല്ലവണ്ണം പ്രസവിക്കുന്ന സ്നേഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. കാരണം ഫഇന്നി മുകാസിറും ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എനിക്ക് വലിയ സന്തോഷമാ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സന്തോഷിപ്പിക്കുക. ഇത് വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട വേറൊരു ലക്ഷ്യമാണ് മഹാന്മാര് പറയുന്നത്, അല്ലാഹുവിങ്കൽ നിന്നുള്ള വലിയ പ്രതിഫലം കരസ്ഥമാക്കുക. ബിൽഇൻഫാഖി അലൽ അയാൽ, കുടുംബത്തിന് ചെലവഴിക്കൽ കൊണ്ട്. കാരണം ദീനാർ 4 വിധമാണ് എന്ന് പറഞ്ഞ അവസാന നബി തങ്ങൾ പറയുന്നു, ആ ദീനാറുകളിൽ ഏറ്റവും അഫ്ളലായ ദീനാർ യുൻഫിഖുഹാ അലൽ അയാൽ, കുടുംബത്തിന് ചെലവഴിക്കുന്ന ദീനാറാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ കുടുംബത്തിന് ചെലവഴിക്കുമ്പോ വലിയ ഫളില് കിട്ടുകയാണ്. അതുപോലെ തന്നെ കുടുംബമായി ജീവിക്കുമ്പോ വലിയ സമാധാനം കിട്ടുകയാണ്. ഈ സമാധാനം പറയുമ്പോൾ ഇന്ന് പലരും പറയും, ഉസ്താദെ പെണ്ണ് കെട്ടുന്നത് വരെ സമാധാനം ഉണ്ടായിന്, കെട്ടി നോക്കുമ്പോ ഉള്ള സമാധാനം ഇല്ലാതെയായി, ഉള്ള പാലും പൂച്ച കുടിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് പലരും പറയാറുണ്ട്.
കാരണം ഇപ്പോഴത്തെ കുടുംബജീവിതത്തിന്റെ പല അവസ്ഥകളും അങ്ങനെയായി മാറിപ്പോയി. അതെന്താ കാരണം? അതിന് കാരണം നമ്മൾ തന്നെയാണ്. പരിശുദ്ധമാകുന്ന ഇസ്ലാം പറയുന്നത് പോലെയുള്ള ഒരു കുടുംബജീവിതം, ഒരു വിവാഹം, അതൊക്കെ നമ്മൾ നടത്തണം. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളൊക്കെ പരമാവധി പാലിക്കണം. നമ്മുടെ സൗകര്യങ്ങൾ നോക്കി, വരുന്നവരുടെ സൗകര്യങ്ങൾ നോക്കി നിക്കാഹുമായി ബന്ധപ്പെട്ട ധാരാളം സുന്നത്തുകൾ ഇന്ന് വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? നിക്കാഹിന്റെ സുന്നത്തുകൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം എല്ലാ ഫുഖഹാക്കളും പറഞ്ഞു, യുൻസബു അൻ യകൂന ഫിൽ മസ്ജിദി, നിക്കാഹ് പള്ളിയിലായിരിക്കൽ സുന്നത്താണ്. പള്ളി നിസ്കരിക്കാനുള്ളത് മാത്രമല്ല, പള്ളി ആ പള്ളിയുള്ളത് ഇഅ്തികാഫിരിക്കാൻ മാത്രമുള്ളതല്ല, പള്ളിയിൽ നടക്കേണ്ട ഇബാദത്തുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിക്കാഹ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് നടക്കുന്ന ഏകദേശ നിക്കാഹുകളും പള്ളിയിൽ നിന്ന് ഔട്ടാണ്, പള്ളിന്റെ പുറത്താണ്. കുറ്റപ്പെടുത്തുകയല്ല, ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് മരിച്ചു പോകുന്നതിലുള്ള വേദന കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ആ സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കണം. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുക എന്നുള്ളത് വലിയൊരു സുന്നത്താണ്. അത് ചില്ലറ സുന്നത്തല്ല. കാരണം അള്ളാഹുവിനിക്ക് ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. ആ പള്ളിയിൽ വെച്ചൊരു നിക്കാഹ് നടക്കുമ്പോൾ ആ നിക്കാഹിന് ഒരുപാട് ബറക്കത്തുകൾ സ്ഥലത്തിന്റെ പേരിൽ ലഭിക്കും. ആ ബറക്കത്ത് വിവാഹ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായി മാറും. അത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിക്കാഹുമായി ബന്ധപ്പെട്ട മറ്റൊരു സുന്നത്താണ് വെള്ളിയാഴ്ചയാവുക എന്നുള്ളത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഏറ്റവും നിക്കാഹിന് നല്ലത്. അതല്ല, പ്രധാനപ്പെട്ട വല്ലവരും വരാനുണ്ടെങ്കിലും മറ്റും അത് വെള്ളിയാഴ്ച ജുമുഅന്റെ ശേഷം മഗ്രിബിന് മുമ്പ് ആയാലും മതി. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് നടക്കൽ വലിയ സുന്നത്തുള്ള കാര്യമാണ്. ഈ സുന്നത്തുകളും ഇന്ന് അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് വിവാഹ നിശ്ചയത്തിന്റെ ചർച്ചയിൽ പോയാലും എല്ലാവർക്കും പറയാനുള്ളത്, മംഗലം എപ്പോഴാണോ, എവിടെന്നാണോ ഗമ്മത്ത്, അവിടെ തന്നെ നിക്കാഹ്, അന്ന് തന്നെ നിക്കാഹ്. എല്ലാ കാരണന്മാരും ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. പെണ്ണിന്റെ ആളുകൾക്കും ആണിന്റെ ആളുകൾക്കും എല്ലാം ഈ അഭിപ്രായമാണ്. എല്ലാവരും അതിന് പറയുന്ന കാരണോ, രണ്ടൂട്ടം വരാൻ കഴിയൂല, രണ്ട് സ്ഥലത്ത് പോവാൻ കഴിയൂല, 2 ദിവസം മാറ്റിവെക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് അവിടത്തെയുടെ സുന്നത്തുകൾ നമ്മളിങ്ങനെ മാറ്റിവെച്ച് വെച്ച് 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 നമ്മളിങ്ങനെ പിറകോട്ട് പോകുമ്പോൾ വിവാഹ ജീവിതത്തിന്റെ പല ബറക്കത്തുകളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ളവരോട്, ലൈവിലൂടെ ഈ പ്രസംഗം കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ തമസ്സക ബിസുന്നതി, ആരെങ്കിലും ഒരാൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ, ഇന്ദ ഫസാദി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഫസാദാകുമ്പോൾ, എന്റെ സുന്നത്തുകളെല്ലാം ഒഴിവാക്കി സുന്നത്തിൽ നിന്നെല്ലാം വ്യതിചലിച്ച് എന്റെ ഉമ്മത്ത് വഴിതെറ്റി നടക്കുമ്പോൾ, സുന്നത്തിനോട് വില കാണിക്കാതെ നടക്കുമ്പോൾ, ആരെങ്കിലും ഒരാൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവനിക്ക് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുള്ളല്ലോ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് നിക്കാഹ് കാണണമെന്ന്, അല്ലേ? പല പെണ്ണുങ്ങൾക്കൊരാശയ മോന്റെ നിക്കാഹ് കാണാൻ. ആർക്കും ബേജാറൊന്നുമില്ലല്ലോ പറയുന്നതില്. ബേജാറുണ്ടായാലും പറയാതിരിക്കാൻ പറ്റൂല. ഇനി ആരിത് പറയും?
ഉസ്താദുമാർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെ പറയാ? സാധാരണക്കാരായ ആളുകൾക്ക് പലർക്കും ഇത് അറിയാത്തതിന്റെ പേരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ചില കാരണങ്ങളും, ഉമ്മാക്ക് കാണണം, വയസ്സായ ഉമ്മാമാക്ക് നിക്കാഹ് കാണണം. ഏത് കിതാബിലാണ് അങ്ങനത്തെ നിക്കാഹ് കാണൽ സുന്നത്ത്? കാണൽ സുന്നത്തുള്ള ഒരുപാട് സാധനമുണ്ട്. കഅബ കാണൽ സുന്നത്ത്, കഅബ കാണൽ സുന്നത്താണ്. കാരണം കാണൽ സുന്നത്തായ പലതുമുണ്ട്. അത് പറഞ്ഞ സ്ഥലത്ത് ഒരു പണ്ഡിതനും ഒരു കിതാബിലും നിക്കാഹ് കാണൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചതാ. അങ്ങനത്തെ ഒരു സുന്നത്ത് അതിലില്ല. മാത്രവുമല്ല, ഒരു നിക്കാഹ് നടക്കുന്ന സദസ്, ആ സദസ്സിലേക്ക് തല മറക്കാത്ത, മേനി മറക്കാത്ത, സാരി ചുറ്റിയ ഒരു പെണ്ണ് ആ നിക്കാഹിന്റെ സദസ്സിലേക്ക് ഇങ്ങനെ പരീക്ഷണം നടത്തിയാൽ, അവൾ അങ്ങനെ പ്രദർശനമായി നിന്നാൽ അവിടെ വരുന്ന റഹ്മത്തിന്റെ മലക്ക് പോലും ഇറങ്ങാതെ പോവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ നിലക്ക് പരസ്യമായി പെണ്ണുങ്ങൾ കാണുന്ന നിലക്കുള്ളൊരു നിക്കാഹ് അതൊന്നും അത്ര നല്ലതല്ല സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എത്ര പ്രയാസപ്പെട്ടാലും തിരക്കേടില്ല, 2 പ്രാവശ്യം വരേണ്ടി വന്നാലും തിരക്കേടില്ല. ഒരു പള്ളിയിലും വാടക വാങ്ങുന്നില്ലല്ലോ. നിക്കാഹ് നടത്താൻ ഇത്ര രൂപ ഫീസ് തരണമെന്ന് ഒരു പള്ളിയുടെ വാടകയായി ആരും വാങ്ങാറില്ല. നിക്കാഹിന്റെ ഫീസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില ഫീസ് വാങ്ങും. അത് പള്ളിയിൽ നടത്തിയാലും കൊടുക്കണോ, അത് ഹാളിൽ നടത്തിയാലും കൊടുക്കണോ, എവിടെ നടത്തിയാലും അത് കൊടുക്കണോ. അതുകൊണ്ട് പള്ളിയിൽ നടത്തിയാൽ ഒരു പ്രത്യേക കൂലിയില്ല, പ്രത്യേകമാകുന്ന ഫീസില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി നിങ്ങൾ വേറൊരു പന്തല് കെട്ടണ്ട, നിങ്ങൾക്ക് പന്തലിന്റെ ചെലവില്ല. മാത്രമല്ല, ഉസ്താദുമാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാറിന്റെ പൈസ നിങ്ങൾക്ക് ലാഭമാണ്, എണ്ണ പൈസ ലാഭമാണ്. ഉസ്താദുമാർ പള്ളിയിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നടക്കട്ടെ നിക്കാഹുകള് പള്ളിയിലെന്നാണ് ഈ സമയത്ത് മദനി തങ്ങളെ സാക്ഷി നിർത്തി നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു വസിയത്ത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ സമയവും ഒന്ന് പരിഗണിക്കുക. കഴിയെങ്കിൽ ഒരു വെള്ളിയാഴ്ചയൊക്കെ നിക്കാഹ് നടത്തുക. മങ്ങളൊക്കെ പിന്നെ സൗകര്യത്തിൽ നടത്തിക്കോളി. അത് ഹാളിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയായാലും വേണ്ടില്ല, അത് ഭംഗിയായിട്ട് അങ്ങ് നടത്തിക്കോ. കാരണം നിക്കാഹ് കഴിഞ്ഞാൽ വലീമത്തിന്റെ സുന്നത്ത് കിട്ടും. കഴിയെങ്കിൽ ഏറ്റവും നല്ലത് നിക്കാഹ് കഴിഞ്ഞ് ഒന്ന് വീട്ടിലൊന്ന് കൂടിയിട്ട് ഒരു നല്ലൊരു ഗമ്മത്ത് കൊടുക്കല, എന്നാ പൂർണ്ണ അർത്ഥത്തിൽ വലീമത്തിന്റെ കൂലിയും കിട്ടി. കാരണം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് നമ്മൾ ബിരിയാണിയും അതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനൊക്കെ വലിയ കൂലി കിട്ടും, പൂർണ്ണ കൂലി കിട്ടും. വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരാകുന്ന ആളുകള് ഒരു വീട്ടുകൂടൽ കൂടി നടത്തി കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കുന്ന ആ ഒരു ഭക്ഷണത്തിന് പൂർണ്ണ അർത്ഥത്തിൽ വലീമത്തിന്റെ കൂലി കിട്ടുകയാണ്. അതുകൊണ്ട് ഈ നിലക്ക് സുന്നത്തുകളെല്ലാം പരമാവധി പരിഗണിക്കണം. എല്ലാ സുന്നത്തും എടുക്കാൻ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത്, സാധിക്കുന്ന സുന്നത്തുകൾ എടുക്കണം. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്താൻ വല്ല പ്രയാസമില്ല. അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളാണ് അതുവഴി കിട്ടുന്നത്. ഒരുപാട് അനാവശ്യങ്ങൾ ഇല്ലാതെയാവും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തലമുടി മറക്കാതെ പെണ്ണുങ്ങൾ അവിടെ വരൂല്ല, മേനി മറക്കാതെ പെണ്ണുങ്ങൾ അവിടെ വരൂല്ല. അതുകൊണ്ട് പള്ളിയിലാകുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാട്. ആ നിലക്ക് പള്ളിയിൽ നിക്കാഹ് നടത്തുക, കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച നിക്കാഹ് നടത്തുക. ഇങ്ങനെ നിക്കാഹുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട സമയവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെല്ലാം ചെയ്ത് നേരത്തെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സ്വഭാവം തൃപ്തികരമായ, ദീൻ തൃപ്തികരമായ ഒരു പുതിയ ആപ്പിളയെ തെരഞ്ഞെടുക്കണോ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ,
വെറും ഒരു മുസ്ലിയാറായി എന്ന് മാത്രം നിങ്ങൾ കാണരുത്, ഒരു സഖാഫിയാണെന്ന് മാത്രം കാണരുത്. അള്ളാന്റെ റസൂല് രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞത്. ഒന്ന് സ്വഭാവമാണ്, ആദ്യം പറഞ്ഞത് സ്വഭാവമാണ്. മൻ തർലൗന ഖുലുഖഹു വദീനാ. കാരണം സ്വഭാവം ശരിയായില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ടൊരു ഗൾഫുകാരനാണെന്ന ഒറ്റ കാഴ്ചപ്പാടിൽ ഒരു പുതിയ ആപ്പിളിനെയും എടുക്കേണ്ടതില്ല. ഡിഗ്രി നേടിയ ഒരു പെണ്ണാണ് എന്ന നിലയിൽ മാത്രം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടതില്ല. അവിടെ ആദ്യമായി നാം നോക്കേണ്ടത് സ്വഭാവമാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ കുടുംബത്തിന് ഖൈറായവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ നിലക്കൊരു ഖൈറ് ചെയ്യാൻ പറ്റുന്നവനാണോ അവന്റെ സ്വഭാവം ഒന്ന് പഠിക്കണം. അവന്റെ കൂട്ടുകാരോടൊന്ന് ചോദിക്കണം, അവന്റെ നാട്ടുകാരോടൊന്ന് ചോദിക്കണം, അവന്റെ അകന്ന ബന്ധുക്കളോടൊന്ന് ചോദിക്കണം. അങ്ങനെ സ്വഭാവങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം ദീനും മനസ്സിലാക്കണം. ദീനൊന്നും നോക്കാതെ ആരാണ്, അവനക്ക് ഗോവയില് ഫാക്ടറി ഉണ്ട്, അവനക്ക് ബോംബെയില് ലോഡ്ജ് ഉണ്ട്, അവനക്ക് ഗൾഫിലും വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വേറൊന്നും ചിന്തിക്കാത്ത അവസ്ഥ അതാണ് ഇന്ന് കൂടുതലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാകുന്ന സമാധാനം അവിടെ ഒന്നും നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാമുഖ്യത്തോടുകൂടെ പറഞ്ഞ സ്വഭാവം, അതുപോലെ ദീന്, ഇത് രണ്ടും നന്നായ ഒരു ജീവിത സഖിയെ നാം തെരഞ്ഞെടുക്കണം. അങ്ങനെ ജീവിതത്തിലൂടെ കുടുംബമായി വന്നാൽ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ കുടുംബ ബന്ധം നമ്മൾ മുറിക്കാൻ പാടില്ല. കുടുംബബന്ധം മുറിക്കുന്ന വല്ലാത്ത ഒരു ഏർപ്പാട് ഇന്ന് കൂടി വരികയാണ്. ഒരുപാട് കാരണങ്ങളാലാണ് കുടുംബബന്ധം മുറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ചിലപ്പോൾ ബിദ്അത്ത് കാരണമായി വരികയാണ്. ഇതുവരെ നല്ല കുടുംബമാണ്, ഉപ്പയും ഉമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ല, ജേഷ്ഠത്തി അനുജത്തിമാർ തമ്മിൽ ഒരു കുഴപ്പമില്ല, എല്ലാവരും സന്തോഷത്തിലാ ജീവിച്ചു പോകുന്നത്, എല്ലാവരും നല്ല ഒക്കട്ടിലാ ജീവിക്കുന്നത്, നല്ല അതാ കുടുംബത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അവൻ വന്നിട്ട് പറയുന്നു, ഉപ്പാ ഉമ്മ ഇത് ശിർക്കാണ്, ഉമ്മ ഇത് ശിർക്കാണ് ഉപ്പ. അങ്ങനെ പറഞ്ഞവൻ കുടുംബത്തിൽ പ്രശ്നക്കാരനായി വരികയാണ്. അങ്ങനെ പ്രശ്നക്കാരനായി വന്ന് ആ കുടുംബത്തെ അവൻ ഭിന്നിപ്പിക്കുകയാണ്. മരിച്ചൊരു വീട്ടില് എല്ലാവരും ഒക്കട്ടായി ഒരുമിച്ച് ഖുർആൻ ഓതുകയാണ്, സൂറത്ത് യാസീൻ ഓതുകയാണ്. ഇഖ്റഉ അലാ മൗതാകും യാസീൻ. മരിച്ചവർക്ക് വേണ്ടി, മരിച്ചവരുടെ പേരില്, മരിച്ചവരുടെ മേലില് നിങ്ങൾ യാസീൻ ഓതണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് അവിടുന്ന് കൽപ്പിച്ചതാണല്ലോ. മാത്രമല്ല, കാനത്തിൽ അൻസാറു ഇദാ മാതത് ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബരിഹി. അൻസാരികളായ സഹാബികള് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഖബറിന്റെ അരികിലേക്ക് അവർ പോവാറുണ്ട്. വയഖറഊന ഇൻദഹുൽ ഖുർആൻ. അവർ ഖബറിന്റെ അരികിൽ വെച്ച് ഖുർആൻ ഓതാറുണ്ട്. ഇങ്ങനെ മുൻഗാമികളായ അൻസാരികളായ സഹാബികൾ ഖുർആൻ ഓതിയവരാണ്. മരിച്ചവരുടെ ഖബറിന്റെ അരികിൽ ഖുർആൻ ഓതിയവരാണ്. അല്ലാഹ് പറയുന്നു, അൻസാരികളായ സഹാബികളുമായ ആളുകള്, മുഹാജിറുകളായ ആളുകള്, സുദ്ദീഖീങ്ങളായ ആളുകള്, അവരെല്ലാം അല്ലാഹ് പൊരുത്തപ്പെട്ടവരാണ്. അവരെല്ലാം അല്ലാഹ് അനുഗ്രഹിച്ചവരാണ്. അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ്. ആരാണോ ഹിദായത്ത് സിദ്ധിച്ചവർ, ആരാണോ അല്ലാഹ് പൊരുത്തപ്പെട്ടവർ, ആരാണോ അല്ലാഹു അനുഗ്രഹിച്ചവർ, അവരുടെ മാർഗം ഏതാണോ അതാണ് സിറാത്തുൽ മുസ്തഖീം. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്സിറാത്തു ഹുവൽ ഇസ്ലാം.
ആ സിറാത്തുൽ മുസ്തഖീമാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹ് പൊരുത്തപ്പെട്ടവരുടെ മാർഗമാണ്. അല്ലാഹ് പൊരുത്തപ്പെട്ടവരാകുന്ന അൻസാരികളായ സഹാബികള് ഖബറിന്റെ അരികിൽ ഖുർആൻ ഓതുന്നവരാണ്. മരിച്ച മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുന്നവരാണ്. അൻസാരികൾ മുതൽക്ക് മുഹാജിറുകൾ മുതൽക്ക് സഹാബികൾ താബീങ്ങൾ താബീങ്ങളായിട്ട് അതേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ ഖുർആൻ ഓതിയവരാണ്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്തവരാണ്. മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഉമ്മ മരണപ്പെട്ടു പോയി. മരിക്കുമ്പോൾ മകൻ അവിടെയില്ല. അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് വന്നു. ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ വഫാത്തായി പോയി, ഞാൻ ഉണ്ടായിട്ടില്ല സ്ഥലത്ത്. എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ വല്ലതും സദഖ ചെയ്താൽ ഉപകരിക്കുമോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഉപകരിക്കോ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു തോട്ടം കാണിച്ചിട്ട് പറഞ്ഞു, ആ തോട്ടം എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇതാ ഹദിയ ചെയ്തിരിക്കും. എന്നിട്ട് ആ തോട്ടത്തിൽ മഹാനവറുകൾ ഒരു നല്ലൊരു കിണർ കുഴിക്കുകയാണ്. എന്നിട്ട് പറയുന്ന ഹദാലി ഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മാക്കുള്ളതാണ്. ഇങ്ങനെ മുസ്ലിം ലോകത്തുള്ള മുഴുവൻ ആളുകളും നിരാക്ഷേപം ചെയ്തു പോരുന്ന കാര്യമാണ് ഖുർആൻ ഓതുന്നത്. മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നത്, മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് ഖദീജ ബീവിക്ക് വേണ്ടി ഭക്ഷണം കൊടുത്ത ചരിത്രം നമുക്കറിയാം. ഇങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യമുള്ള മുസ്ലിം ഉമ്മത്തിൽ ആരും ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഉപ്പയും ഉമ്മയും മക്കളും സഹോദരിമാരും സഹോദരന്മാരുമാകുന്ന കുടുംബം നടത്തുമ്പോൾ ആ കുടുംബത്തിന്റെ ഇടയിലേക്ക് വന്നിട്ട് കുടുംബ ബന്ധം മുറിക്കാനായി ഒരാൾ പറയുകയാണ്, അത് പാടില്ല, അത് തപ്പാണ്, അത് ശരിയല്ല, അത് ശിർക്കാണ്, അത് കുഫറാണ്. ഇങ്ങനെ എത്ര കുടുംബ ബന്ധമാ മുറിഞ്ഞു പോയത്. എത്ര നല്ല ഒക്കട്ടുള്ള കുടുംബമാ ഫിർക്കത്തായി പോയത്. ജ്യേഷ്ഠാനുജന്മാർക്ക് പരസ്പരം കണ്ടുകൂടാതായി, ഉപ്പാന മക്കൾക്ക് കണ്ടുകൂടാതെയായി, മക്കൾക്ക് ഉപ്പാനെ കണ്ടുകൂടാതെയായി. അങ്ങനെ സന്തോഷത്തിൽ ജീവിച്ച പല കുടുംബത്തിലും കയറി വന്ന് ഇത്തരം ആളുകൾ ഫിർക്കത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. അതോടൊപ്പം തന്നെ കണ്ടില്ലേ നിങ്ങള്, അല്ലാഹ് പൊരുത്തപ്പെട്ടവരെയും അല്ലാഹ് അനുഗ്രഹിച്ചവരെയും ഖുർആൻ പറയുമ്പോൾ അംബിയായിനെ പറഞ്ഞ ഉടനെ അല്ലാഹ് പറഞ്ഞ മറ്റൊരാളാണ് സിദ്ദീഖീങ്ങള്. ആ സിദ്ദീഖീങ്ങളുടെ നേതാവാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനോട് അടുക്കുമ്പോൾ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞ പ്രധാന വസിയത്ത്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ചിട്ട് അതാ എനിക്ക് വേണ്ടി ഒരുക്കിയ ഖബറില്ലേ, ആ ഖബറിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി കിടത്താൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്താണല്ലോ ആ ഖബറുള്ളത്. നിങ്ങൾ എന്തു ചെയ്യണം? ആ ഖബറുള്ള ആ ബിൽഡിങ്ങിന്റെ ഗേറ്റിന്റെ അരികിൽ എന്റെ മയ്യത്ത് കൊണ്ടുവെക്കണം, ജനാദ കൊണ്ടുവെക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് സമ്മതം ചോദിക്കണം. സമ്മതം കിട്ടിയാൽ മാത്രം അതിന്റെ ഉൾഗത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്നെ ജന്നത്തിൽ ബഖീൽ മറവ് ചെയ്യണമെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളാ പറയുന്നത്. അപ്പൊ മരണപ്പെട്ടു പോയ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞാല് അത് കേൾക്കുമെന്നുള്ള വിശ്വാസമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം. ആ വിശ്വാസപ്രകാരം മഹാൻ പറഞ്ഞപ്പോൾ ഒരു സഹാബിയും അതിനെ എതിർത്തില്ലെന്ന് മാത്രമല്ല, ആ സഹാബികള് അവര് പറഞ്ഞതുപോലെ ജനാദ കൊണ്ടുവച്ചിട്ട് ഓ റസൂലുള്ളാഹിനെ വിളിച്ചവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹദാ അബൂബക്കറും ബിൽ ബാബ്, അബൂബക്കർ വാതിക്കലുണ്ട് നബിയേ
യസ്തഅ്സിനുക, തങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്. തങ്ങളെ സമ്മതമുണ്ടെങ്കിൽ ഇവിടെ കടത്താനാണ് പറഞ്ഞത്, ഇവിടെ മറവ് ചെയ്യാനാ പറഞ്ഞത്. സമ്മതമില്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യാനാ പറഞ്ഞത് എന്ന് സഹാബത്ത് റസൂലുള്ളാഹിനോട് വിളിച്ചു പറയുള്ളൂ. വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ കേൾക്കുമെന്ന വിശ്വാസമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം, സഹാബത്തിന്റെ വിശ്വാസം. ഇതേ വിശ്വാസം തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഖബറിൽ നിന്ന് ഹബീബ് മറുപടി പറഞ്ഞത്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ ഇഷ്ടപ്പെട്ട എന്റെ സ്നേഹിതനാകുന്ന അബൂബക്കറിനെ ഇങ്ങോട്ട് കടത്തൂ. ഇങ്ങനെയുള്ള ആ ഒരു ഒത്തൊരുമ എല്ലാവരും ഈ വിശ്വാസത്തിലായിരുന്നു. എത്ര നല്ല കുടുംബജീവിതം, എത്ര നല്ല കുടുംബം. കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ല. മദനി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് മദനി തങ്ങളെ എന്നെ സഹായിക്കണേ എന്ന് സഹായം ചോദിച്ചതിന്റെ പേരില് അനുജനെ മുശിരിക്കാണെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞിരുന്നില്ല, ഉമ്മ മുശിരിക്കത്താണെന്ന് മകൻ പറഞ്ഞിരുന്നില്ല, ഉപ്പ മുശിരിക്കാണെന്ന് മോൻ പറഞ്ഞിരുന്നില്ല. ആ ഒരു ചുറ്റുപാടിൽ നല്ലൊരു ജീവിതം. എല്ലാവർക്കും അതിനോട് എതിർപ്പില്ല. ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അത് പ്രശ്നമല്ല. എല്ലാവരും ഖബറിന്റെ അടുത്ത് പോയി ഇസ്തിഗാസ നടത്തണമെന്നും ആരും പറയുന്നില്ല. ചെയ്തവരോട് ആർക്കും എതിർപ്പില്ല. നല്ല കുടുംബം, നല്ല ജീവിതം, എല്ലാവർക്കും ആ ഒരു അഭിപ്രായം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം, സഹാബത്തിന്റെ അഭിപ്രായം, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം, മറ്റുള്ള സാലിഹീങ്ങളുടെ അഭിപ്രായം. ഈ അഭിപ്രായത്തിലായി നല്ല ഒത്തൊരുമയിൽ കുടുംബം ഇങ്ങനെ ജീവിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട് ഉമ്മയുടെ പോയിന് ഞാനും മദനി തങ്ങെടുത്തടാ, മദനി തങ്ങെടുത്ത എന്തിനാ പോയിന് ശിർക്ക് ചെയ്യാനാ? കുഴപ്പമില്ല, വീട്ടിൽ കുഴപ്പമായി, വീട്ടിൽ പ്രശ്നമായി. നിങ്ങൾ ആലോചിക്കണം, എന്തിനെയാണ് ഇവൻ ചോദ്യം ചെയ്യുന്നത്? മദനി തങ്ങളെടുത്ത് പോയിട്ട് ഇസ്തിഗാസ നടത്തിയതിനെ ഇവൻ ചോദ്യം ചെയ്യുന്നു. ആ കാര്യമാണെങ്കിലോ ലോക മുസ്ലിങ്ങൾ നടത്തിയതാണ്. ഇമാം സുബ്കി തങ്ങൾ പറയുന്നത് ഇബ്നു തൈമിയ്യ വരുന്നത് വരെ ഒരാളും അതിനെ എതിർത്തിട്ടില്ല എന്നാണ്. വലം യുൻകിറു അഹദുൻ, കഴിഞ്ഞുപോയ ഒരാളും അതിനെ എതിർത്തിട്ടില്ല ഇബ്നു തൈമിയ്യ വരുന്നത് വരെ എന്നാണ്. അങ്ങനെ നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ ചെയ്തു പോരുന്ന കാര്യങ്ങള്, ആ കാര്യങ്ങൾ ചെയ്തതിന്റെ പേരില് ആ കുടുംബത്തിൽ കടന്നു വന്ന് ആ കുടുംബത്തിൽ വലിയ ഫിർഖത്തുണ്ടാക്കുന്നു. ഇതുപോലെ വേറെ പലരുമുണ്ട്, പല കാര്യങ്ങളെ പേരിൽ ഫിർഖത്തുണ്ടാക്കുന്നവർ. കുടുംബജീവിതത്തിൽ വലിയ ഫിർഖത്തുണ്ടാക്കുന്ന ചില കാരണവന്മാരുണ്ട്. മരുമകളെ കല്യാണം കഴിയുന്നത് വരെ നല്ല ബന്ധമാണ്. എന്താ പങ്ങളെ സുഖല്ലേ? എന്താ പങ്ങൾക്ക് റാത്തല്ലേ? എന്താ ചോദ്യം എന്നറിയോ? കാരണം അവർ ആഴ്ചയിൽ 2, 3, 5 ദിവസമൊക്കെ വരും. മരുമകളെ മംഗലം നിശ്ചയിച്ചാൽ പിന്നെ കാരണവർ ഇങ്ങനെ എന്തെങ്കിലും കിട്ടും നോക്കും. തെറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കാരണം മംഗലത്തിനൊന്നും കൊടുക്കേണ്ടി വരുവേ, പൊന്നു കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും എന്ന് വെച്ചിട്ട് തെറ്റാനുള്ള വല്ല വഴി ഉണ്ടാക്കിയിട്ട് ആലോചിച്ച് പറയും. ഈ പുയ്യാപ്പിളിനെ അന്വേഷിക്കും എന്നോട് പറഞ്ഞാ, ഓ പുയ്യാപ്പിള ആയിട്ട് എന്നോട് പറയേ മതി. പിന്നെ ഓൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല, പിന്നെ ഓൻ വേർത്തുമില്ല, പങ്ങളെന്നുള്ള വിളിയുമില്ല, ഫോണുമില്ല, ഒന്നുമില്ല. കല്യാണമെല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയാൽ മല്ലനുണ്ടാവും കാരണവർ വരുന്നത് നിന്റെ പങ്ങളെന്ന് ചോദിച്ചിട്ട്. കാരണം കണ്ടാ ഈ മംഗലത്തിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫിർഖത്തുണ്ടാക്കുന്ന ചില ആളുകൾ. അള്ളാഹു അതിലൊന്നും നമ്മളെ പെടുത്താതിരിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ കുടുംബബന്ധം മുറിക്കുന്നവരെ വല്ലാതെ ആക്ഷേപിച്ചിട്ടുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അതികഠിനമായ ചില താക്കീതുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശുദ്ധമാകുന്ന ഖുർആനു ശരീഫിലെ സൂറത്ത് മുഹമ്മദ് അതിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് കണ്ടോ നിങ്ങള്? ഫലസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും. വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ
ഫൽ അസൈതും മിൻ തവല്ലൈതും അം തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയാണോ, അതിനോടാണോ നിങ്ങൾക്ക് താല്പര്യം? വതുഖത്തിഉ അർഹാമകും, അങ്ങനെ ഫസാദ് ഉണ്ടാക്കാൻ വലിയ കാരണമായ കുടുംബബന്ധം മുറിക്കുക എന്ന ഏർപ്പാട് നിങ്ങൾ ചെയ്യുകയാണോ? എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഉലൈക, അത്തരം ആളുകള് അല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചവരാണ്. ഫഅസമ്മഹും, അല്ലാഹു തആല അവരെ ചെവിടുവട്ടന്മാരാക്കിയിട്ടുണ്ട്. വഅഅമാ അബ്സാറഹും, അവരുടെ കണ്ണുകളെ അല്ലാഹ് കുരുടാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആര് പറഞ്ഞാലും അവർക്ക് നന്നാവാൻ മനസ്സ് വരൂല്ല. എത്ര ഉപദേശിച്ചാലും എത്ര മസ്ലഹത്തിന് വിളിച്ചാലും അവർ പിന്നെ നന്നാവാൻ ഉണ്ടാവൂല. കാരണം അവർക്ക് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് വലിയൊരു ഇഷ്ടമാണ്. ജ്യേഷ്ഠത്തിയോട് പിണങ്ങുക, അനുജത്തിയോട് പിണങ്ങുക, അങ്ങനെ പിണങ്ങിയുള്ള ജീവിതമാണ് അവർക്ക് താല്പര്യമുള്ളത്. ഇങ്ങനത്തെ ആളുകള് പിന്നെ ആര് പറഞ്ഞാലും നന്നാവൂല. ഉസ്താദ് വിളിപ്പിച്ചു രണ്ട് കുടുംബത്തെയും. ആദ്യം ജ്യേഷ്ഠത്തിനെ വിളിപ്പിച്ചു, ജ്യേഷ്ഠത്തിന്റെ മക്കളെ വിളിപ്പിച്ചു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ജ്യേഷ്ഠത്തി പറയാണ്, ഉസ്താദെ കേട്ടിന വിഷയം, നമ്മളെ നന്നാക്കാൻ നിങ്ങ മെനക്കണ്ട, നമ്മ നന്നാവൂല. മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും ഓളെ കാണിക്കാൻ പറ്റൂല. ഞാൻ എന്റെ മക്കളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, തീർന്നു. മറ്റേ ടീമിനെ ഉസ്താദ് വിളിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ഇതുപോലെ തന്നെ, ആ മരിച്ച എന്റെ മയ്യത്ത് വരെ കാണിച്ചു കൊടുക്കണ്ടാവും. കണ്ണ് കുരുടായി, ചെവിട് പൊട്ടായി പോയി. കാരണം കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ ശാപമുണ്ടെന്ന് ഖുർആനാ പറയുന്നത്. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹു ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ? അള്ളാന്റെ ലഅനത്ത് കിട്ടിയാ പിന്നെ ആര് ഉപദേശിച്ചിട്ട് പിന്നെ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ലഅനത്തൊക്കെ കിട്ടുന്നതിന് മുമ്പ് വേർപിരിഞ്ഞ കുടുംബ ബന്ധങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തെറ്റി അങ്ങ് പോകും. ഒരു ഹജ്ജിന് പോകുമ്പോൾ വരെ യാത്ര പറയാൻ വരെ പോവാത്ത ആളുകളുണ്ട്. ഈ പ്രാവശ്യമൊക്കെ ഹജ്ജിന് പോയ കൂട്ടത്തിലൊക്കെ ചില ആളുകള് സ്വന്തം സഹോദരിയോട് യാത്ര പറഞ്ഞിട്ടില്ല, സ്വന്തം ഉമ്മയോട് യാത്ര പറഞ്ഞിട്ടില്ല. എന്തേ? അവർ തെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെടുത്ത് പോവില്ല. ഞാനല്ലേ ഹജ്ജിന് പോകുന്നത്, ഞാനല്ലേ വലിയ ആള്, അതുകൊണ്ട് വേണമെങ്കിൽ ഓർ ഇങ്ങോട്ട് വരട്ടേന്നാ. അങ്ങനെയല്ല. ഹജ്ജിന് പോകുന്ന ആളുകളാണ് അവർ മറ്റുള്ളവരെ സമീപിക്കേണ്ടത്, അവരരികിലേക്ക് പോവേണ്ടത്, അവരോട് യാത്ര പറയേണ്ടത്, അവരെ നമ്മൾ യാത്ര അയക്കുകയും വേണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നൊരു ഹജ്ജിന് പോകുന്ന സമയത്ത് പോലും പരസ്പരം കാണാനും മിണ്ടാനും സാധിക്കാത്ത രീതിയിൽ അകന്നുപോയി കുടുംബബന്ധം മുഴുവനോ. അങ്ങനെ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ അള്ളാഹുവിന്റെ തഖീദാൻ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു ശപിച്ച കാരണത്താൽ അള്ളാഹു അവരെ കുരുടന്മാരാക്കി. എന്ന് പറഞ്ഞാൽ നല്ലത് കാണാൻ അവർക്ക് കഴിയുന്നില്ല. അവന്റെ മകൻ മരിച്ചു, ആ മരിച്ച വാർത്ത അവൾ അറിഞ്ഞു, പക്ഷെ ആ മകന്റെ മയ്യത്ത് കാണാൻ പോവാൻ ഇവർക്ക് തോന്നുന്നില്ല. ആ മയ്യത്തൊന്ന് കാണണമെന്ന തോന്നൽ പോലും അവന്റെ കൽബിലേക്ക് വരുന്നില്ല. അവന്റെ വീട്ടിലേക്ക് ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോകാൻ തോന്നുന്നില്ല, വിളി കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സത്യം കേൾക്കാത്ത, ഉപദേശം കേൾക്കാത്ത, ക്ഷണം സ്വീകരിക്കാത്ത എത്ര പ്രയാസങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായാലും, എത്രമാത്രം രോഗത്തിൽ കിടന്ന് സഹോദരി വിഷമിച്ചാലും ആ സഹോദരിയെ ഒന്ന് കാണാൻ പോവണമെന്നുള്ള ചിന്ത കണ്ണിന് വരുന്നില്ല, കൽബിൽ വരുന്നില്ല. ആ നിലക്ക്
കാണേണ്ടത് കാണാൻ കഴിയാത്ത നിലയിൽ അവരെ കണ്ണങ്ങ് കുരുടായി പോയി, കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ചെവി അങ്ങ് പൊട്ടായി പോയി. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കുന്നവർ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം ചേർക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് റഅദിലൂടെ അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിൻ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ. തങ്ങളുടെ റബ്ബ് തങ്ങൾക്കിറക്കിയത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരും അത് സത്യമാണെന്ന് വിശ്വസിക്കാത്തവരും സമമാണോ? സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ കമൻ ഹുവ അഅമാ, ആ സത്യം അംഗീകരിക്കാത്തവരെ പോലെയാണോ? ഒരിക്കലും അല്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇന്നമാ യതസക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുടെ ആളുകൾ മാത്രമേ ഉപദേശം സ്വീകരിക്കുള്ളൂ. എത്ര വല്ല വായിൽ വന്ന് വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല. ബുദ്ധിയുടെയവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇന്നമാ യതസക്കറു ഉലുൽ അൽബാബ്. ആരാണ് ബുദ്ധിയുടെയവർ എന്ന് ഖുർആൻ പിന്നീട് പരിചയപ്പെടുത്തുന്നു. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ്. അല്ലാഹുമായുള്ള ഉടമ്പടി പൂർത്തിയാക്കി വിടുന്നവരാണ് ബുദ്ധിയുള്ളവർ. അല്ലാഹുമായി നാം ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട്, ഒരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്. കാരണം അല്ലാഹ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ആ സമയത്ത് നമ്മൾ പറഞ്ഞു, നീ റബ്ബാണ്. അങ്ങനെ റബ്ബാണെന്ന് അംഗീകരിക്കുന്ന ഒരു ഉടമ്പടി നാം നടത്തിയിട്ടുണ്ട്. ആ ഉടമ്പടിയെ പൂർത്തിയാക്കി വീഴണോ? നിസ്കരിക്കാനുള്ള ഉടമ്പടി ഉണ്ടത് പൂർത്തിയാക്കി വീഴണോ? അങ്ങനെ റബ്ബുമായുള്ള ഉടമ്പടി പൂർത്തിയാക്കി വീടുന്നവർ വലാ യൻഖുദൂനൽ മീസാഖ്. മറ്റുള്ളവരുമായി നടത്തിയ ഉടമ്പടികൾ പൊളിക്കാത്തവര്, ആരെങ്കിലുമായി ഒരു കരാറ് നടത്തിയാൽ ആ കരാറ് പൊളിക്കാത്ത ആളുകളാണ്. എത്രയോ ചില ആളുകളുണ്ട്, കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിക്കും, പെണ്ണെ കാണൽ നടത്തും, ചടങ്ങെല്ലാം കഴിയും. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നുണ്ടൊരു പിന്മാറല്, പിന്നുണ്ടൊരു ബേക്കോട്ട് പോക്ക്. എന്തിന്റെ പേരിലാ ബേക്കോട്ട് പോയത്? ഇതിലും നല്ല നിറമുള്ള വേറെ പെണ്ണവും കണ്ടുപോയി, അതല്ലെങ്കിൽ ഇതിലും നല്ല പണമുള്ള വേറെ പുതിയ പെണ്ണെ കണ്ടുപോയി. ഈ കണ്ടപ്പോൾ നേരത്തെ ഉറപ്പിച്ച ഉറപ്പെല്ലാം മറന്നുപോയി. ഒരൊറ്റൊരു ഫോൺ കോൾ കൊണ്ട് എല്ലാം തീർക്കുകയാണ് അവർ ചെയ്യുന്നത്. പറ്റൂല. അങ്ങനെ ചെയ്യുന്നവർ ബുദ്ധിമാനല്ല, അവർ ബുദ്ധിയുൾ കെട്ടവരാണ്, അവർ എരടുകളാണ്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ചിലപ്പോഴൊക്കെ ചില ഇതിക്കാക്ക് ക്യാൻസലാക്കേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പെണ്ണെ കണ്ടു, തീരുമാനിച്ചു, എല്ലാം റെഡിയാണ്. പെണ്ണുണ്ട് ഇങ്ങോട്ടൊരു ഫുളി വിളിക്കുന്നത്, കാക്ക ഇങ്ങനെ എന്നെ കെട്ടണ്ട, എനിക്ക് വേറെ ആളുണ്ട്. പിന്നെന്താ കെട്ടാൻ പറ്റും? അത് ഉടമ്പടി പൊളിക്കലല്ല. നിങ്ങൾ എന്നെ കെട്ടണ്ട, എനിക്ക് വേറെ ആളുണ്ട്, ഫോട്ടോ അടക്കം അയച്ചിട്ടാ പറയുന്നത്. അങ്ങനത്തെ പെണ്ണെ നിങ്ങൾക്ക് കെട്ടാൻ പറ്റുമോ? അത് വേറെ കാര്യമാണ്. അതല്ലാതെ കണ്ട് തന്നെ ഒരു പുതിയാപ്പിളയൊക്കെ സെലക്ട് ആയി, പെണ്ണ് കാണലും ചടങ്ങും എല്ലാം നടന്നു, നിക്കാഹേ നടക്കാനുള്ളൂ. അപ്പൊ അതിനു മുമ്പാണ് വേറൊരു പുതിയാപ്പിള വന്നു. അയാൾ നല്ല എഞ്ചിനീയറാണ്, നല്ല അടിപൊളിയാണ്, അയാള് ബാംഗ്ലൂരിൽ ഡിപ്ലോമ എടുത്ത ആളാണ്. അങ്ങനെയൊക്കെ കുറെ കോഴ്സും മറ്റെല്ലാം കേൾക്കുമ്പോ മെല്ലന് ബലിയല് ബലിഞ്ഞിട്ട് മെല്ലനൊരു പച്ച പൊള്ളും പറയും, മോക്കെന്തോ ഇഷ്ടമില്ല എന്നാ തോന്നുന്നതുകൊണ്ട് തൽക്കാലം വേണ്ട. മോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോഴും. മാത്രല്ല ചില പെണ്ണുകള് മോളെ പേരിൽ ആരോപണം വരെ പറയും അക്കാരണത്തിന് വേണ്ടിയിട്ട്, പുതിയാപ്പിള മാറ്റി കിട്ടാൻ. എന്താ പറയാല്, എന്റെ മോക്ക് വേറെ ആരോപമായിട്ട് ലവ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ വേണ്ട. ഒരു ലവ് ആ പെണ്ണിന് ഉണ്ടാവില്ല. ഇതെങ്ങനെങ്കിലും ഒന്ന് പൊളിഞ്ഞു കിട്ടണം. കാരണം അടിപൊളി പുതിയാപ്പിള വേറെ ഉണ്ട്, വേറെ വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ബുദ്ധിമാന്മാരല്ല, അവർ എരടുകളാണ്.
ബുദ്ധിമാന്മാരായ ആളുകൾ ആരാണ്? അല്ലദീ വലായൻഖുദൂനൽ മീസാഖ്, ഉടമ്പടി പൊളിക്കാത്തവരാണ്. പിന്നീട് അല്ലാഹു മൂന്നാമത് പറയുന്നത് വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യുസലാ, അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചതിനെ ചേർക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിലത്തുർ റഹ്മ, കുടുംബബന്ധം എന്ന് പറയുന്നത്. മൻ വസല വസലഹുല്ലാഹ്, മൻ ഖതഅ ഖതഅഹുല്ലാഹ്. കുടുംബബന്ധം ചേർത്തവനുമായുള്ള ബന്ധം അല്ലാഹു ചേർക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുടുംബബന്ധം മുറിച്ചവനുമായുള്ള ബന്ധം അല്ലാഹു മുറിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ കാന യുമിനു ബിൽ യൗമിൽ ആഖിർ, അല്ലെങ്കിലും ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യസിൽ റഹ്മ, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അല്ലാഹു തആല ഏറ്റവും കൂടുതലായി ചേർക്കാൻ പറഞ്ഞ ഒന്നാണ് കുടുംബബന്ധം. ആ കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾ ആരാണോ അവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. വയഖ്ശൗന റബ്ബഹും, നാലാമത് അല്ലാഹു പറയുന്നു അവർ അല്ലാഹനെ പേടിക്കുന്നവരാണ്, അല്ലാഹുവിനെ കുറിച്ച് ഭയമുള്ളവരാണ്. ഏത് പാതിരാത്രിയുടെ കൂരിരുട്ടിലായാലും എത്ര നല്ല നിലക്കുള്ള സുഖത്തിന് അനുവാദം ലഭിച്ചാലും അവസരം ലഭിച്ചാലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന്റെ പേരില് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങള് ഒരു ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് അവിടെ നിന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയോട് വലിയ സ്നേഹം വന്നുപോയി. ആ പെൺകുട്ടിയുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം വന്നുപോയി. പാതിരാത്രിയുടെ കൂരിരുട്ടില് ആ പെണ്ണ് തന്റെ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ദൂരത്തേക്ക് പോയപ്പോൾ ആ പെണ്ണിന്റെ പിന്നാലെ പോയി പെണ്ണിനോട് തന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ആ പെണ്ണ് ഇദ്ദേഹത്തോടൊരു കാര്യം ചോദിക്കുകയാണ്, ഈ പരിസരങ്ങളിലുള്ള വീടുകളിലൊക്കെ ജനങ്ങളൊക്കെ ഉറങ്ങിയോ എന്നൊന്ന് നോക്കണേ. അദ്ദേഹം വേഗം പോകുന്നു, വീടുകളൊക്കെ പരിശോധിക്കുന്നു. എല്ലാ വീട്ടിലും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വലിയ സന്തോഷത്തോടെ വരികയാണ്. എൻ്റെ ആഗ്രഹം ഇന്ന് പൂർത്തിയാവുകയാണ്. വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്നത് ലഭിക്കാൻ പോവുകയാണല്ലോ. ആ പെണ്ണിന്റെ ശരീരം ഒന്ന് സ്പർശിക്കാനുള്ള, അവളുമായുള്ള ഒരു ബന്ധത്തിനുള്ളൊരവസരം എനിക്ക് കിട്ടുമല്ലോ എന്ന സന്തോഷത്തോടെ പെണ്ണിന്റെ അരികിലേക്ക് പോയപ്പോൾ പെണ്ണ് ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് ചോദ്യമെന്നറിയോ? നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉറങ്ങിയോ? അദ്ദേഹം പറഞ്ഞു ഉറങ്ങി. മാദാ തഖൂലു ഫില്ലാഹ്, നീ അല്ലാഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ഉറങ്ങുന്നവനാണോ? അവൻ ഉണർന്നവനാണോ? അദ്ദേഹത്തിന്റെ മറുപടി അല്ലാഹ്ക്ക് ഉറക്കമില്ല, തൂങ്ങി ഉറക്കം പോലുമില്ല. ആ സമയത്താണ് പെണ്ണ് പറയുന്നത്, ആളുകളെല്ലാം ഉറങ്ങിയാലും വീടുകളിലെ ലൈറ്റുകളെല്ലാം അണച്ചാലും അതേ ലൈറ്റ് ഇല്ലാതെ കാണുന്ന, ഏത് പാതിരാത്രിയും എന്തും അറിയുന്ന, എന്തും കാണുന്ന എൻ്റെ റബ്ബ് കാണുമല്ലോ. ഇതങ്ങ് പറയുമ്പോഴേക്ക് ആ മനുഷ്യനിക്ക് റബ്ബിനെ കുറിച്ചുള്ള ഭയമങ്ങ് വന്നുപോയി. വർഷങ്ങളായുള്ള കാത്തിരിപ്പ് പൂവണിയാനുള്ള നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം തെറ്റിൽ നിന്ന് പിന്തിരിയുകയാണ്. അവരാണ് ബുദ്ധിമാന്മാർ. അല്ലാഹു പറയുന്നു വയഖ്ശൗന റബ്ബഹും, അവർ റബ്ബിനെ പേടിക്കുന്നവരാണ്. വയഖാഫൂന സൂഹൽ ലിസാൻ,
ഹിസാബ്, മോശമായ വിചാരണയെ അവർ ഭയപ്പെടുന്നവരാണ്. മാത്രമല്ല വല്ലദീന സബറൂ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, ക്ഷമിക്കുന്നവരാണ്. അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കണോ. എൻ്റെ ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഫാമിന്റെ കാലമാണ്, മന്തിയുടെ കാലമാണ്, ചുട്ടകോടിയുടെ കാലമാണ്. ഇങ്ങനെ ഏതെല്ലാം നിലക്കുള്ള ഭക്ഷണങ്ങളാണോ ആ ഭക്ഷണത്തിലേക്കെല്ലാം ശരീരം ഇങ്ങനെ ആഗ്രഹിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തില് ഉപ്പമാര് കുടുങ്ങിക്കിടക്കുകയാണ്, ഇക്കാക്കമാര് വിഷമിക്കുകയാണ്. കാരണം വീട്ടിൽ നിന്ന് എപ്പോഴും മക്കളെ കൊണ്ട് ഉമ്മ പറയിപ്പിക്കുള്ളൂ, അനുജത്തിമാരെ കൊണ്ട് ജട്ടത്തിമാര് പറയിപ്പിക്കുള്ളൂ. നമുക്ക് ഇന്ന് അൽഫാം അടിക്കാൻ പോവാം, പുറത്തു പോവാം. എന്തിനാ അൽഫാം തിന്നാൻ? ഉപ്പാനോട് പറയും. അങ്ങനെ ഉപ്പാനെ ചൂടാക്കി എല്ലാ മക്കളും കൂടി ഉപ്പാന്റെ അടുത്ത് പോയി വീണ് ഉപ്പാനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവാ. പാവം എന്ത് ചെയ്യും? തിന്നിന്റെ അടുത്ത് എത്തുമ്പോ നമുക്കൊന്നും ബോധമില്ല. പണത്തിന്റെ ബോധം അവിടെ ഇല്ല, സാമ്പത്തിക പ്രയാസം നമുക്ക് ഇവിടെ ബോധമില്ല. പറയുമ്പോ പറയും, അപ്പുറത്തെ പേർക്ക് ഇന്നലെ പോയി, ഇപ്പുറത്തെ പേർക്ക് മിന്നാന്ന് പോയി, നിങ്ങൾക്കായിട്ട് എന്താ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? അള്ളാന്റെ ഹബീബ് നമ്മളോടാ പറയുന്നത്, ഉൻളുറൂ ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻളുറൂ ഇലാ മൻ അഅലാ മിൻകും. നിങ്ങൾ എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം. നിങ്ങളെ കീഴിലുള്ള ഒരുപാട് ആളില്ലേ, അവർക്ക് മന്തിയും അറിയില്ല, മന്തി കഴിക്കാനുള്ള വകുപ്പില്ല, അൽഫാം തിന്നാനുള്ള വകുപ്പില്ല. ഇങ്ങനെ വിഷമിക്കുന്ന എത്രയോ വീട്ടുകാരുണ്ട്. ആ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെക്കാളും ടോപ്പ് ജീവിതം നയിക്കുന്ന ആളുകളിലേക്ക് ചിന്തിക്കാൻ പാടില്ല. അതെല്ലാ വിഷയത്തിലും നാം ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും കുടുംബ ബന്ധം തകരാനുള്ള പല കാരണങ്ങളിൽ ഒന്നിതാണ്. ഭർത്താക്കന്മാർക്ക് ആവതില്ലാത്തത്, കഴിയാത്തത് ഭർത്താക്കന്മാരോട് ഇങ്ങനെ പറയുക. ചിലപ്പോഴൊക്കെ ചില സഹോദരിമാരൊക്കെ വീടിന് ആശ വരുമ്പം പറയൂ, ഒരു വീടെടുക്കണം. അപ്പൊ പറയൂ, എൻ്റെ അടുത്ത് പൈസ ഇല്ലാണേ. അപ്പൊ പറയൂ, എൻ്റെ പൊന്ന് കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് പൈസ അയക്കോ, എന്നിട്ട് തറ കെട്ടിക്കോ എന്ന് പറയൂ. അങ്ങനെ ഈ പാവം ഇതും കേട്ടിട്ട് പൊന്നു കൊണ്ടുപോയി വിറ്റങ്ങ് കുഴപ്പമില്ലേനു, പണയം വെച്ച് ഫസ്റ്റ് തന്നെ പലിശ, തറയിൽ തന്നെ പലിശ പൈസ, പൊരന്റെ തറയിൽ തന്നെ പലിശ പൈസ, ഫൗണ്ടേഷനിൽ തന്നെ പൈസ. അങ്ങനെ തറയെല്ലാം കെട്ടി കുറച്ച് കഴിയുമ്പോഴാണ് ഇവളെ ഏട്ടത്തിന്റെ മംഗലം അല്ല അനിയത്തിന്റെ മംഗലം വരുന്നത്. അപ്പൊ അനിയത്തിന്റെ മംഗലം വരുമ്പോൾ കാതിങ്ങനെ ചൊറിയാൻ തുടങ്ങി. എന്താണ്? ഒന്നുമില്ല, പൊന്നൊന്നുമില്ല, എങ്ങനെ മംഗലത്തിന് പോകാം. ആ പാവം ഈ ചൊറിച്ചിൽ കേൾക്കുമ്പോ, രാത്രി ഇല്ലെങ്കിൽ ഇവിടെ കുസുമ്പ് കേൾക്കുമ്പോ, ആ പാവം ആരോടോ കടം വാങ്ങി കൊണ്ടുവന്നിട്ട് ആ പൊന്നെങ്ങനെയല്ലോ എടുത്തു കൊടുത്ത് ഈ നിലക്കുള്ള അവസ്ഥ. അവസാനം പൊരയെല്ലാം എങ്ങനെയല്ലോ എന്തല്ലോ കടം വാങ്ങി ലോൺ എടുത്ത് അവസാനം ഈ പറമ്പ് വിറ്റ്, അല്ല വേറെ പറമ്പുള്ളത് അത് വിറ്റ്, അതുപോലെ തന്നെ നിർമ്മിച്ച വീട് അതിൻ്റെ രേഖ കൊണ്ടുപോയി ബാങ്കിൽ വെച്ച് അങ്ങനെയെല്ലാം എടുത്തിട്ട് പൈസ ചെലവാക്കി പൊരയെല്ലാം പൂർത്തിയാക്കി പൊര താമസം തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോൾ ബാങ്കുകാർ വരുന്ന് ജപ്തി നോട്ടീസുമായിട്ട്. അങ്ങനെ വിഷമിക്കുന്ന എത്ര കുടുംബമുള്ളത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നാം നല്ലോണം ക്ഷമിക്കാൻ പഠിക്കണം. നല്ല ക്ഷമ നമുക്ക് വേണം. ഉള്ളത് കൊണ്ട് പരമാവധി തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് അല്ലാഹ് പറയുന്നത്, വല്ലദീന സബറൂ ഇബ്തിഗാഹ വജ്ഹി റബ്ബിഹിം. റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ക്ഷമിക്കുന്നവർ ആരാണോ അവരാണ് ബുദ്ധിമാന്മാർ. പോരാ, വഅഖാമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കരിക്കുന്നവർ എന്നല്ല പറഞ്ഞത്, നിസ്കാരം നിലനിർത്തുന്നവർ എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം നിസ്കരിക്കാൻ പറഞ്ഞോ അവിടെയെല്ലാം അല്ലാഹ് പറഞ്ഞത് അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം നിസ്കരിക്കുക എന്നത് മുനാഫിക്കീങ്ങളും ചെയ്യുന്നുണ്ട്. അവർ തോന്നും പോലെ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരത്തിലാണെങ്കിൽ വേണ്ടതുപോലെ അവർക്ക് ഖുശൂമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമല്ലാതെ കൃത്യസമയത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്കാണ് മുഖീമുസ്സലാ എന്ന് പറയുക. അങ്ങനെ ആരാണോ നിസ്കാരം നിലനിർത്തുന്നവർ അവരാണ് ബുദ്ധിമാന്മാർ. മാത്രമല്ല വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുന്നു. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല സിർറൻ വഅലാനിയ,
അനിയാ. സന്തോഷമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും അവർ ചെലവഴിക്കുന്നുണ്ട്. അല്ലാഹ് നൽകിയതിൽ നിന്നാണ് അവർ ചെലവഴിക്കുന്നത്. മാത്രമല്ല അല്ലാഹ് പറയുന്നു വയദ്റഊന ബിൽ ഹസനതി സയ്യാ. യഥാർത്ഥ ബുദ്ധിയുള്ള ആളുകള് അവർ സയ്യത്തിനെ ഹസനത്ത് കൊണ്ട് തടുക്കുന്നവരാണ്. തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതിരോധിക്കാതെ തടുക്കാതെ തെറ്റിനെ നന്മ കൊണ്ട് തടുക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞില്ലേ, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യ ഇദ്ഫഅ ബില്ലതി അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ സൂ അളിൻ അലീം. ഒരിക്കലും തെറ്റും നന്മയും ഒരുപോലെയല്ല. ഒരിക്കലും തെറ്റിനെ തെറ്റുകൊണ്ട് തടുക്കാൻ പാടില്ല, പ്രതിരോധിക്കാൻ പാടില്ല. തെറ്റിനെ നീ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ നിന്റെ എത്ര വലിയ ശത്രുവാണെങ്കിലും അവൻ നിന്റെ മിത്രമായി മാറുന്നതാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഈ ഒരു ഉപദേശം വല്ലാത്ത ഉപദേശമാണ്. ഇതെല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയില്ല. ഇല്ലല്ലദീന സബറു, ക്ഷമിക്കുള്ളവർക്കല്ലാതെ ഇത് സ്വീകരിക്കാൻ കഴിയൂല. വലിയ ഭാഗ്യശാലികൾക്ക് മാത്രമേ ആ ഉപദേശം സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തെറ്റിനെ തെറ്റുകൊണ്ട് തടുക്കാതെ തെറ്റിനെ നന്മ കൊണ്ട് തടുക്കുക. നമ്മളോട് ജ്യേഷ്ഠത്തിൽ മിണ്ടുന്നില്ല, നമ്മളും മിണ്ടാണ്ടിക്കലല്ല, നമ്മൾ അവരോട് മിണ്ടുക. നമ്മളോട് ഒരു സലാം പറയുന്നില്ല, നമ്മൾ അവരോട് സലാം പറയുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അർബഅത്തുൻ മൻ കുന്ന ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ. 4 സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ അവൻ അല്ലാഹു ലളിതമായ വിചാരണ ചെയ്ത് സ്വർഗ്ഗത്തിൽ കടത്തും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിലൊരു സ്വഭാവം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇങ്ങനെയാ, തസിലു മൻ ഖതഅക. നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം സ്ഥാപിക്കുക. നിന്റെ മകളുടെ കല്യാണത്തിന് നീ അവളെ വിളിച്ചു, അവൾ വന്നില്ല എന്ന് കരുതി അവളുടെ മകളുടെ കല്യാണത്തിന് നിന്നെ വിളിച്ചാൽ നീ പോകാതിരിക്കുകയല്ല വേണ്ടത്, നീ പോകണം. അങ്ങനത്തെ ഒരു സ്വഭാവമാണോ നിന്റെ സ്വഭാവം? നിനക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഖുർആനും ബുദ്ധിമാന്മാരുടെ അടയാളം പറയുന്നത്. അതേ വയദ്റഊന ബിൽ ഹസനതി സയ്യ. എന്നിട്ട് അവസാനം പറയുന്നു ഉലൈക ലഹും ഉഖ്ബദ്ദാർ. ഇത്തരം നല്ല സ്വഭാവമുള്ള ആളുകള്, അതേ കുടുംബബന്ധം ചേർക്കുന്ന ആളുകള്, അല്ലാഹനെ പേടിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ സുഹ്ലിസാബിനെ പേടിക്കുന്ന ആളുകള്, ക്ഷമയുള്ള ആളുകള്, നിസ്കാരം നിലനിർത്തുന്ന ആളുകള്, അല്ലാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും പ്രയാസമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും ചെലവഴിക്കുന്നവർ, അതുപോലെ തന്നെ തെറ്റിനെ നന്മ കൊണ്ട് തടുക്കുന്നവർ, ഇത്തരം ആളുകൾക്കെല്ലാം ലഹും ഉഖ്ബദ്ദാർ. അവർക്ക് നല്ല ഉന്നതമായ വീടുണ്ട്. ഏതാണ് ആ വീട്? ജന്നത്തു അദ്നിൻ യദ്ഖുലൂനഹാ. നല്ല തോട്ടങ്ങളാണ്. ആ തോട്ടങ്ങളിൽ അവർ പ്രവേശിക്കുന്നു. വമൻ സലഹ മിൻ അബാഹിം വഅസ്വാജിഹിം വസുരിയാതിഹിം. അവർ മാത്രമല്ല, അവരുടെ ഉപ്പമാരുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ ഇണകളുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയാണോ നല്ലവരായുള്ളവർ അവരെല്ലാം ആ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. തീർന്നില്ല. വസുരിയാതിഹിം, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഖുർആൻ പറയുകയാണ്. അതേ സ്വന്തം വ്യക്തികള്, അവരുടെ ഭാര്യമാര്, അവരുടെ മക്കള്, അവരുടെ ഉപ്പമാരുമ്മമാര്, ഇതെല്ലാമാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുടുംബം മൊത്തവും സ്വർഗത്തിലെത്തുകയാണ്. ആ കുടുംബത്തിന് ഈ സ്വഭാവങ്ങളൊക്കെ വേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്ന സ്വഭാവം. അല്ലാഹു ജല്ല ജലാലു മുറിഞ്ഞുപോയ എല്ലാ ബന്ധങ്ങളും ചേർക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹ് ഖബൂൽ ചെയ്യട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹ് നമുക്ക് പുറത്തു തരട്ടെ. ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ
ഈ മഹത്തായ സിയാറത്തിന് വരുന്ന ആളുകൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്നവരുണ്ട്. ഇവിടത്തേക്ക് നേർച്ച നൽകിയവർ പലവിധ ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. അല്ലാഹു തആല അവിടെ അവിടെ ഉദ്ദേശങ്ങൾ കരസ്ഥമാക്കി കൊടുക്കണമെന്ന നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം